ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് യു എസ് മാർക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽ സിനാരിയോസ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗോൾഡ് നല്ല രീതിയിലേക്ക് അപ് ട്രെൻഡ് കീപ്പ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും NFP ഡാറ്റ വന്ന സമയത്ത് നല്ലൊരു വോൾട്ടൈലിറ്റി പമ്പിങ്ങിന് ശേഷം മാർക്കറ്റ് എഗെയിൻ എന്ത് ചെയ്തു, ബൈ മൂവ്മെൻറ്റ് കീപ്പ് ചെയ്ത് പോയതും കാണാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും NFP ഡാറ്റാസ് പോസിറ്റീവായിട്ട് പോലും ഗോൾഡിൻ്റെ പ്രൈസ് അപ്രീസിയേഷനിലേക്കാണ് പോയത്. അതിനുശേഷം ഇന്നലെ മാർക്കറ്റ് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വോളിയം ഡിക്രീസ് ചെയ്യുകയും മാർക്കറ്റ് കൺസോൾട്ടേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ ഈ ഒരു ഹൈ വോൾട്ടൈലിറ്റി ഇൻ ഗോൾഡ് സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ റീസണായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് US ഗവൺമെൻറ് ചൈന, മെക്സിക്കോ, അതേപോലെ തന്നെ കാനഡ പോലുള്ള കൺട്രികളിൽ മേലിൽ ചുമത്തിയിരിക്കുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി ആണെന്ന് നമുക്കൊരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന പോലുള്ള ഒരു വലിയൊരു കൺട്രി US മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്, അതായത് US മെയിനായിട്ട് ഇമ്പോർട്ടിങ് സെഗ്മെൻറ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റ്സ്, അതേപോലെ തന്നെ അതിനുള്ള സ്പെയർ പാർട്ടുകൾ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചൈനയിൽ നിന്ന് നല്ല രീതിയിൽ മാസീവ് ക്വാണ്ടിറ്റി ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണ് US എന്ത് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആസ് പെർ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ഒരു 1 വീക്ക് മുന്നേ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തപ്പോൾ ചൈനയുടെ മേലൊരു 10% ഓഫ് അപ്രീസിയേഷനും, അതേപോലെ തന്നെ കാനഡ, മെക്സിക്കോ പോലുള്ള കൺട്രികളുടെ പേര് 25% ഓഫ് അപ്രീസിയേഷനും അവർ ഡ്യൂട്ടിയുടെ മേൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് മെക്സിക്കോ എന്ന് പറയുന്ന കൺട്രി മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ്, അതേപോലെ അഗ്രികൾച്ചർ സെഗ്മെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാനഡ നോക്കുകയാണെങ്കിൽ US മേജർ ക്രൂഡ് ഓയിൽ സപ്ലൈയും വരുന്നത് കാനഡയിൽ നിന്നാണ്. സോ ഇവരുടെ പേരിൽ 25% ഓഫ് താരിഫും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു US ഗവൺമെൻറ്, അതായത് ട്രംപ് വന്നിട്ടുള്ള US ഗവൺമെൻറ് അപ്രീസിയേഷൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 25% ഓഫ് ടാക്സ് അപ്രീസിയേഷൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സിനാരിയോയിൽ അവരുടെ ഇമ്പോർട്ടിംഗ് സെഗ്മെൻറ്റ് വളരെ കമ്പാരിറ്റീവ്ലി ലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്ട്സ്, അതായിട്ടുള്ള ദിവസേന യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിട്ടുള്ള TV, ഇലക്ട്രോണിക് സെഗ്മെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രൈസ് ഹൈക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ വെജിറ്റബിൾ സെഗ്മെൻറ്റ്സിലൊക്കെ എന്ത് ഫുഡ് ഷോർട്ടേജ് കാര്യങ്ങളൊക്കെ വരുന്നത്, ഷോർട്ടേജ് ഉണ്ടെന്നല്ല, കാര്യമായ ഷോർട്ടേജ് ഉണ്ടെന്നല്ല, പക്ഷേ സപ്ലൈ എന്ത് ചെയ്ത് കമ്പാരിറ്റീവ് ലോ ആയി. സോ ഓബിയസ്ലി ഇത്രയും സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള ബേസിക് കൺസെപ്റ്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സപ്ലൈ കമ്മിയായതിനു ശേഷം, അതായത് US മാർക്കറ്റിലേക്കുള്ള ഇത്തരം പ്രൊഡക്റ്റുകളുടെ സപ്ലൈ കമ്മിയായപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് പ്രൈസ് ഹൈക്ക് ഉണ്ടായി, അതായത് കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്ട്സിൽ നല്ല രീതിയിൽ ഹൈക്ക് ഉണ്ടായി. ഈ ഒരു ഹൈക്കിനെ നമുക്ക് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ഇൻഫ്ലേഷൻ പോസിബിലിറ്റിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടിൽ ക്ലിയർലി ഇത് വിസിബിൾ ആണ്. സ്റ്റോക്ക് സെഗ്മെൻറ്റിലെ മാർക്കറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ആളുകൾ ഫിയർ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് നാസ്ഡാക്ക് പോലുള്ള US സ്റ്റോക്ക് സെഗ്മെൻറ്റിൽ കൺസോൾട്ടേഷൻ മാർക്കറ്റ് കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ആസ് പെർ ഈ ഒരു കണ്ടീഷനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, ഈ ബിസിനസ്സിലോട്ട്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് കമ്മിയാവും. ഇത്തരം കണ്ടീഷനുകളിൽ മാസീവായിട്ടുള്ള എന്ത് ചെയ്യുക, ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്യും, ഇവരുടെ മണി, അതായത് ബിസിനസ് പേഴ്സൺസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മണി പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബെറ്റർ സോഴ്സ് ആയിട്ട് അവരെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഗോൾഡ് എന്ന് പറയുന്ന പ്രഷ്യസ് സ്റ്റോൺസിനെയാണ്, അതായത് ഗോൾഡ്, സിൽവർ പോലുള്ള പ്രഷ്യസ് സ്റ്റോൺസിനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇത്രയും കണ്ടീഷൻസ് അവർ ബാലൻസ് ചെയ്യാനായിട്ട് നോർമലി അവരുടെ ഫണ്ട് സേഫായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് ഇത്തരം പ്രഷ്യസ് സ്റ്റോണുകളെ ആശ്രയിക്കുകയും ഇവർ നോർമലി US ബിസിനസ്സുകളിലേക്ക് എന്ത് ചെയ്യും, ഇൻവോൾവ്മെൻറ്റ് കമ്മിയാവുകയും ചെയ്യും. ഇത്രയുള്ള കണ്ടീഷനിൽ മെയിനായിട്ട് ഇപ്പോൾ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റ് എടുക്കണമെന്നിരിക്കുക, ഇപ്പോൾ ചൈനയിൽ നിന്നാണ് മാസീവായിട്ടുള്ള കാറുകളുടെയൊക്കെ എന്ത് ചെയ്യുക, സ്പെയർ പാർട്സ്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ജിമിനി പോലുള്ള വണ്ടികളൊക്കെ ഇന്ത്യയിൽ ബിൽഡ് ചെയ്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിട്ട് ജപ്പാനിലോട്ട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ US എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ചൈനയിൽ കുറേ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രൊഡക്ട്സുകളിൽ അതായത് അവൈലബിലിറ്റി കുറയുകയും, ഈ അവൈലബിലിറ്റി കുറയുമ്പോൾ ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അവിടെ അതിനുള്ള പ്രൈസ് ഹൈക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും കണ്ടീഷൻസ് വരാൻ പോകുന്ന ഇൻഫ്ലേഷന് പോസിബിലിറ്റി ആവും. വേറൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഡീപ്പോർട്ടേഷൻ നടക്കുന്നുണ്ട് US, അതായത് അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള
പീപ്പിൾസിനെ, അതായത് വർക്ക് ചെയ്യുന്ന പീപ്പിൾസിനെ അവരെന്ത് ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിൽ 89 പീപ്പിൾസിനെ എന്ത് ചെയ്ത് ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമൃത്സറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായി, ന്യൂസിലും കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ചിട്ടുണ്ടാവും. അമൃത്സറിൽ അവരെന്ത് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്തൊരു മാസീവ് ഒരു 89 സംതിങ് ആളുകളെ അവരെന്ത് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 10,000-ലധികം ഇന്ത്യൻസിനാണ്. സോ 10,000-ലധികം ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സെഗ്മെൻറ്റ് മാത്രമുണ്ട് അവർ പറയുന്നത്. അപ്പോൾ അതർ കൺട്രി പീപ്പിൾസിനെയും ഇതേപോലെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് മാർക്കറ്റിൽ വരുമ്പോൾ ഒരു ലേബർ ഷോർട്ടേജിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇങ്ങനെ ലേബർ ഷോർട്ടേജ് പോസിബിലിറ്റി വരുമ്പോൾ സ്കിൽഡ് വർക്കേഴ്സിൽ നമുക്ക് കാര്യമായുള്ള വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ മറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ്, അഗ്രികൾച്ചർ സെഗ്മെൻറ്റ്, അതേപോലെയുള്ള കാര്യങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായ ലേബർ ഷോർട്ടേജ് വരാനുള്ള പോസിബിലിറ്റി ഇൻ ഫ്യൂച്ചറിൽ പോസിബിളാണ്. അപ്പോൾ ഇത്തരം ലേബർ ഷോർട്ടേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ സിറ്റിസൺസിന് ജോലി കിട്ടും. സോ സ്വാഭാവികമായിട്ടും അവിടെയുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ കുറയും. അത് ഓക്കെ, ഐ എം എക്സ്പെക്ടിങ്. പക്ഷേ വേറൊരു കൺസിഡറേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ലേബർ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സിറ്റിസൺസിന് അവിടെ ജോബ് കൊടുക്കുകയും താഴെ തട്ടിലുള്ള ജോലികൾ ചെയ്യുന്നതിന് പോലും അത്യാവശ്യം നല്ല പാക്കേജസ്, അതായത് സാലറി, വേജസ്, കണ്ടീഷൻസ് ഇവർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ വരുമ്പോൾ അതൊരു പ്രൊഡക്ഷൻ കമ്പനി, അതല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ സെഗ്മെൻറ്റിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതവർ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത്തരം കണ്ടീഷനുകളിൽ പോരാതെ നമ്മൾ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ എന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഡ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ഹൈക്കും അതേപോലെ തന്നെ ലേബർ കാര്യങ്ങളുണ്ടായി കോസ്റ്റ് ഹൈക്കും വരുമ്പോൾ സ്വാഭാവികമായിട്ടും US എക്കോണമീനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള, കാരണം ഇത് രണ്ടും ഒറ്റയടിക്കാണ് ട്രംപ് ഇംപ്ലിമെൻറ്റ് ചെയ്താക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതൊരു നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്തരം കണ്ടീഷനുകളെ ബേസ് ചെയ്തിട്ട് വരാനോ പോകുന്നൊരു ഫ്യൂച്ചർ സെഗ്മെൻറ്റിലോട്ട് എന്ത് ചെയ്യും, ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഈ ഒരു പ്രൈസ് ഹൈക്ക് കാര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം കണ്ടീഷനുകളിൽ അവിടെ നോർമലി നമ്മളിപ്പോൾ ദുബായിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇവിടെ എമിറാത്തീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്ലോട്ട്, അതായത് അവരുടെ വില്ലാസ് അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിലോട്ട്, അതായത് ബിൽഡിങ്സൊക്കെ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ എന്ത് ചെയ്യുക, അവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അതേപോലെ അമേരിക്കയിൽ എന്ത് ചെയ്യും, റെൻ്റൽ, അതായത് ഇൻകംസ് കാര്യങ്ങൾ കുറയുകയും, അതായത് ലേബേഴ്സ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ റെൻ്റൽ കാര്യങ്ങൾ കുറയുകയും റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിലെയും ഒരു ചെറിയ രീതിയിൽ എന്ത് ചെയ്യും നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് US എക്കോണമിക്ക് വരാനുള്ള ചാൻസസ് ആണ് അടുത്തൊരു 2 മാസത്തേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ്റെ ബേസിലാണ് മാർക്കറ്റ് സ്റ്റിൽ ഇൻ ദ ബൈയിങ് പ്രഷറിലോട്ട് ഗോൾഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ DXY US ഡോളറിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിലൊക്കെ ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം കണ്ടീഷൻസ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഫണ്ടമെൻ്റൽ സൈഡ്സ് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി കറൻസി, അതായത് US ഡോളർ എന്ന് പറയുന്ന കറൻസിയുടെ അസറ്റ് വാല്യൂ ഡിപ്രീസിയേഷൻ ഉണ്ടാവുകയും അതുമൂലം എന്ത് ചെയ്യുക, ഗോൾഡ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ്, കൊമോഡിറ്റി സെഗ്മെൻറ്റ് എഗെയിൻ പമ്പ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഇതാണ് നമുക്കൊരു മേജർ ഫണ്ടമെൻ്റൽ റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, USൻ്റെ വാല്യൂ ഡിപ്രീസിയേഷനിലെ റീസണായിട്ടും. അതേപോലെ തന്നെ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രഷ്യസ് സ്റ്റോൺ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഹൈപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ബേസ്ഡ് മൂവ്മെൻറ്റും അല്ല മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഫണ്ടമെൻ്റൽ റിയാക്ഷൻസ് കൂടി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാസീവ് മൂവ്മെൻറ്റും നമുക്ക് ഗോൾഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ ഇതേപോലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളായിട്ടും ഇനിയും അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. സോ മറ്റൊരു ഡീറ്റെയിൽസ്, അതായത് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോവുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ ബൈ.